പുതുവർഷ പുലരിയെ സ്വീകരിക്കുന്നതിനായി ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളിമൈതാനിയിൽ സ്ഥാപിച്ച പപ്പാഞ്ഞിയെ അഴിച്ചുമാറ്റണമെന്ന പോലീസ് ഉത്തരവ് പിൻവലിക്കണമെന്ന് സംഘടനാ അംഗങ്ങൾ. അഗ്നിസുരക്ഷാ സേനയുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അനുമതി വാങ്ങി മറ്റെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും നിരവധി പേരുടെ പ്രയത്നത്തിന്റെ ഫലമായി സ്ഥാപിച്ച പപ്പാഞ്ഞിയെ അഴിച്ചുമാറ്റാൻ കഴിയില്ല എന്നും കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ് മെട്രോ 7 ന്യൂസിനോട്. കൊച്ചിയിലെ പപ്പാഞ്ഞികൾക്കെല്ലാം ഇന്ന് ശനിദശ ബാധിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം കൊച്ചി കാർണിവലിന്റെ ഭാഗമായിട്ട് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ ഉയർത്തുന്ന പപ്പാഞ്ഞിയെ മാത്രമേ കൊച്ചിയിൽ കത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് ഈ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ഉയർത്തിയിരിക്കുന്ന ഈ പപ്പാഞ്ഞിയെയും മറ്റ് സമീപ പ്രദേശങ്ങളിലുള്ള പപ്പാഞ്ഞിയെയും എല്ലാം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘാടക സമിതികൾക്ക് ഇവർ നോട്ടീസുകൾ നൽകിയിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് വെളിമൈതാനത്ത് സ്ഥാപിക്കുന്ന 40 അടി ഉയരമുള്ള പപ്പാനിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയത്. കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന പപ്പാനിയെ കത്തിക്കുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നതിനാൽ അവിടെ സുരക്ഷ ഒരുക്കാൻ 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടതുണ്ടെന്നും അതിനാൽ വെളിമൈതാനത്ത് പോലീസ് സുരക്ഷ ഒരുക്കാൻ സാധ്യമല്ലെന്നുമാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PB കിരൺ IPS ഗാലാഡെ ഫോർട്ട് കൊച്ചി സെക്രട്ടറിക്ക് നൽകിയ നോട്ടീസിൽ പരാമർശിച്ചത്. അതിനാൽ 24 മണിക്കൂറിനുള്ളിൽ പപ്പാനിയെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ACP ഉത്തരവിട്ടത്. എന്നാൽ 3 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് 1 മാസത്തോളമായി നിർമ്മാണ ജോലികൾ ആരംഭിച്ച പപ്പാനിയെ അഴിച്ചുമാറ്റാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് ഗാലാഡെ ഫോർട്ട് കൊച്ചി അംഗങ്ങളെന്ന് പ്രസിഡന്റ് VJ ആൻസി വ്യക്തമാക്കി. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടിയാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. ഗാലാഡി എന്ന് പറഞ്ഞൊരു സംഘടന മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളോട് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ലോ ആൻഡ് പ്രകാരം നമ്മൾ അത് കൃത്യമായിട്ട് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കത്തിച്ചില്ല. പക്ഷെ ഈ വർഷവും നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക വലിയൊരു സ്വപ്നമാണ് ഇപ്പൊ നമ്മൾ ഈ 2ാമത്തെ വർഷം വെച്ചിരിക്കുന്നത്. പൊളിച്ചു മാറ്റാണ്ട് നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. നമ്മൾ ഈ പപ്പാഞ്ഞിയുടെ ഉദ്ഘാടനം നമ്മൾ നടത്തും. പിന്നീട് വരുന്ന കാര്യങ്ങൾ ഇപ്പൊ നിയമപരമായിട്ട് 18-ാം തീയതി നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മറുപടിക്ക് നമുക്കൊരു തിരിച്ചൊരു മറുപടി റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. തങ്ങൾക്ക് ലഭിച്ച നോട്ടീസിന് മറുപടിയായി വിശദീകരണം അയച്ചിട്ടുണ്ടെന്നും അതിന് മറുപടിയില്ലാത്ത സാഹചര്യത്തിൽ വൈകിട്ട് പപ്പാനിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ് മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. 18/12/24 തന്ന പോലീസിന്റെ നോട്ടീസിൽ പറയുന്നത് ഇത് അഴിച്ചു മാറ്റണം എന്നാണ്. എന്നാൽ അതേ നോട്ടീസിൽ പറയുന്നു മറ്റൊരു സ്ഥലത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇത് തരാൻ പറ്റില്ലെന്ന്. അതെന്തൊരു നീതികേടാണ്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ 18/12/2024 ഒരു നോട്ടീസ് തരുന്നു. 24 മണിക്കൂർ കൊണ്ട് അഴിച്ചു മാറ്റണമെന്ന് പറയുന്നു. ആ 24 മണിക്കൂർ മുമ്പ് പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾ തിരിച്ച് നോട്ടീസിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായി. ആ മറുപടി കൊടുത്തതിന് ശേഷം ഇന്നിപ്പോൾ മെട്രോനായിട്ട് സംസാരിക്കുമ്പോൾ പോലും, മെട്രോ ചാനലായിട്ട് സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും അതിന് ഇതുവരെ രേഖാമൂലമോ അല്ലാതെ ഒരു മറുപടി തരാത്തോളം കാലം പൊതുവായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഈ പപ്പയുടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ഒരാളോടുള്ള ഒരു വെല്ലുവിളിയല്ല, ഒരു ധിക്കാരപരമായ സമീപനം ഞങ്ങൾക്കില്ല. ഇത് ഞങ്ങളുടെ ഒരു വികാരമാണ്, ഞങ്ങളുടെ ഒരു വിചാരമാണ്. അത് അനുവദിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവരും ചെയ്യണമെന്നാണ് അഭ്യർത്ഥന. ഇത് ആദ്യകാലം തൊട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയുള്ള പശ്ചിമ കൊച്ചിയിലുള്ള എല്ലാ വീടുകളിലെ വാതിക്കയിലും പപ്പാഞ്ഞിനെ കത്തിക്കാറുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിലാണ് ജനങ്ങളുടെ ഒരു വികാരമാണ്, കൊച്ചിക്കാരുടെ ഒരു വികാരമാണ് പപ്പാഞ്ഞികൾ എന്ന് പറയുന്നത്. കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ ഇവരുടെ ഈ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കുവാനായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഉയരമുള്ള പപ്പാഞ്ഞിയെ നിർമ്മിച്ച് ആ പപ്പാഞ്ഞിയുടെ ചുറ്റും ആളുകൾ കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട് പോലീസിന് സാധിക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം പരേഡ് ഗ്രൗണ്ടിൽ ഉയർത്തിയിരിക്കുന്ന പപ്പാഞ്ഞി അതിനു ചുറ്റും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും വിവിധ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തുമ്പോൾ അവരെ നിയന്ത്രിക്കുവാനായി 1500-ലധികം പോലീസുകാരെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ
ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാനായിട്ട് പോലീസിനെ വിന്യസിക്കുവാൻ സാധിക്കില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പപ്പാഞ്ഞിയെ കത്തിക്കുവാനും തുടർന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനും ഇതിന് എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നിയമപരമായിട്ട് കോടതിയിൽ നേരിടുവാനും തന്നെയാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചി വെളി ഗ്രൗണ്ടിൽ നിന്നും അഹമ്മദിനും കിനാനസിനുമൊപ്പം റെഡ്ജൻ റുബല്ലോ, മെട്രോ 7 ന്യൂസ്. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.